ബലാത്സംഗ കേസിൽ പ്രതിയായ ഒളിവിലായിരിക്കുന്ന യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭിക്കുന്ന വൻ പിന്തുണയെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ എന്നിവർ രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. അദ്ദേഹത്തിന് പാർട്ടി പിന്തുണയില്ലെന്നും പൊതുപ്രവർത്തകർ പാലിക്കേണ്ട ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിക്കണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ രമേശ് ചെന്നിത്തല രാഹുലിന് ലഭിക്കുന്ന സൈബർ പിന്തുണയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ പിന്തുണയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നും ഇത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. സൈബർ ഇടങ്ങളിലെ പിന്തുണ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അതിന് വലിയ പാടൊന്നുമില്ലല്ലോ, ചെന്നിത്തല പരിഹസിച്ചു. ഇന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതാണെന്ന ഒരു തെറ്റിദ്ധാരണ എവിടെയോ ഉണ്ട്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നതിന് പകരം സൈബർ ലോകത്തെ പിന്തുണയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന യുവജനത നേതാക്കളുടെ പ്രവണതയാണ് ചെന്നിത്തല ഇവിടെ ചോദ്യം ചെയ്യുന്നത്. രാഹുലിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്നും നേതൃത്വത്തിന്റെ പിന്തുണ ഈ വിഷയത്തിൽ ഇല്ലെന്നും അദ്ദേഹം തീർത്തു പറഞ്ഞു. ചെന്നിത്തലയുടെ ഈ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ വിഷയത്തിൽ നിലനിൽക്കുന്ന അതൃപ്തിയുടെ ആഴം വെളിവാക്കുന്നു. ഒരു യുവജന നേതാവ് ഒരു ഗുരുതരമായ നിയമ നടപടി നേരിടുമ്പോൾ പോലും സൈബർ ലോകത്ത് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് നൽകുന്ന ശക്തമായ താക്കീതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിനോടൊപ്പം യുവ പൊതുപ്രവർത്തകരെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടും അദ്ദേഹം പങ്കുവച്ചു. യുവ പൊതുപ്രവർത്തകർ ജനങ്ങളുമായി ഇടപെടുമ്പോൾ തികഞ്ഞ ജാഗ്രത പാലിക്കണം. പൊതുപ്രവർത്തകർ സമൂഹത്തിന് മാതൃകയായിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം, ചെന്നിത്തല പ്രതികരിച്ചു. പ്രവർത്തനം കേവലം പദവി മാത്രമല്ലെന്നും അത് ധാർമ്മികമായ ഉത്തരവാദിത്തം കൂടിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് കെ മുരളീധരൻ പ്രതികരിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചാരണങ്ങളിൽ നിന്ന് രാഹുൽ പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഒരു പൊതുപരിപാടിയിലും രാഹുലിനെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന് പാർട്ടി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. രാഹുലിനെ ഒരു പരിപാടിയിലും കയറ്റേണ്ടതില്ല എന്ന് പറഞ്ഞതാണ്. ഉദിച്ചുയരേണ്ട താരങ്ങൾ ഉദിക്കും, അല്ലാത്തത് അസ്തമിക്കുമെന്ന് മുരളീധരൻ രൂക്ഷമായി പ്രതികരിച്ചു. ഈ വാക്കുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ്. പാർട്ടിക്ക് മുന്നിലുള്ള തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്രതിസന്ധി ഉണ്ടാക്കിയതിൽ മുരളീധരൻ അതീവ നിരാശനാണെന്നും ഈ പ്രതികരണം വ്യക്തമാക്കുന്നു. രാഹുലിന്റെ ഇപ്പോഴത്തെ ഒളിവ് ജീവിതത്തിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. പാർട്ടിയിലുള്ള MLA-മാർ ആരും ഒളിവിലല്ല, എല്ലാവരും ഫീൽഡിലുമുണ്ട്. പാർട്ടിയിലില്ലാത്ത ഞങ്ങൾ മാറ്റി നിർത്തിയ ആരെങ്കിലും ഒളിവിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്, അദ്ദേഹം പറഞ്ഞു. സസ്പെൻഷൻ നടപടി നേരിടുന്ന ഒരു വ്യക്തിയുടെ സ്വകാര്യ നടപടികളിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്ന കടുപ്പമേറിയ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിലവിൽ സസ്പെൻഷൻ നടപടി നേരിടുകയാണ്. ഒരു നിയമപ്രശ്നം വരുമ്പോൾ പാർട്ടി നേതൃത്വം കൈക്കൊള്ളുന്ന നിലപാട് എങ്ങനെയുള്ളതായിരിക്കണം എന്നതിന്റെ വ്യക്തമായ സൂചനയാണത്. പാർട്ടിക്ക് നിയമത്തെക്കാൾ വലുതല്ല വ്യക്തികളെന്നും തെറ്റായ പ്രവണതകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ലെന്നും നേതൃത്വം പ്രഖ്യാപിക്കുന്നു. രാഹുൽ സ്വന്തം നിലയ്ക്കാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയതെന്നും ഇനി അങ്ങോട്ട് ഒരു പരിപാടിക്കും അദ്ദേഹത്തെ കയറ്റേണ്ടെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്നും മുരളീധരൻ ആവർത്തിച്ച് വ്യക്തമാക്കി. ഇത് പ്രാദേശിക തലങ്ങളിൽ രാഹുലിന് ലഭിച്ചേക്കാവുന്ന ഏതൊരു പിന്തുണയും ഇല്ലാതാക്കാനാണ്. പാർട്ടി തീരുമാനങ്ങൾ ലംഘിക്കുന്നവർക്ക് കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഇത് സൂചന നൽകുന്നു. ബലാത്സംഗ കേസിലെ പ്രതിക്ക് സൈബർ ഇടങ്ങളിൽ ലഭിക്കുന്ന അമിതമായ പിന്തുണ പൊതുസമൂഹത്തിലെ ധാർമ്മികതയെക്കുറിച്ചും നിയമബോധത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് നിയമ നടപടികൾ നേരിടുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഈ പിന്തുണയെ ചിലർ വ്യക്തിപരമായ സ്നേഹബന്ധങ്ങളായി കാണുമ്പോൾ മറുവശത്ത് ഇത് കേസിന്റെ ഗൗരവത്തെ ലഘൂകരിക്കുന്നതായി വിമർശനമുയരുന്നു. ചെന്നിത്തലയും മുരളീധരനും നടത്തിയ പ്രസ്താവനകൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയുടെ സൂചന നൽകുന്നുണ്ട്. പൊതുപ്രവർത്തനത്തിൽ നിലവാരം പുലർത്താത്തവരെയും സമൂഹത്തിന് മാതൃകയല്ലാത്തവരെയും ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്ന കർശന നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഈ വിവാദം മറ്റ് യുവ നേതാക്കൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. അധികാരവും പ്രശസ്തിയും നേടുന്നതിനേക്കാൾ പ്രധാനമാണ് ധാർമ്മികമായ നിലപാടുകൾ. കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച ഈ കർശന നിലപാട് പൊതുസമൂഹത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ സത്യാവസ്ഥ നിയമപരമായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. എങ്കിലും ഒരു MLA ഒളിവിലാണെന്നത് നിയമവാഴ്ചയെ ചോദ്യം ചെയ്യുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിന്റെ യുവജന രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായേക്കാം. യുവതലമുറയിലെ നേതാക്കളുടെ പ്രവർത്തന രീതിയും വ്യക്തിപരമായ പെരുമാറ്റത്തെയും ഇനി പാർട്ടി സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള സാധ്യതയുമുണ്ട്. സൈബർ ലോകത്തെ ആരവങ്ങളും പിന്തുണകൾക്കും അപ്പുറം യാഥാർത്ഥ്യ ബോധത്തോടെ നിലപാടുകൾ എടുക്കാൻ പാർട്ടി തയ്യാറാണെന്ന് ചെന്നിത്തലയുടെ മുരളീധരന്റെ വാക്കുകൾ അടിവരയിടുന്നു. നിയമം നിയമത്തിന്റെ വഴിക്കും പാർട്ടി അതിന്റെ ധാർമ്മിക നിലപാടിനും അനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് നേതൃത്വം നൽകുന്ന സന്ദേശം. സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ന്യായീകരണങ്ങളെ പാർട്ടി നേതൃത്വം തള്ളിക്കളഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമപരമായ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. പാർട്ടി
പാർട്ടിയുടെ പിന്തുണ പൂർണ്ണമായും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം നിയമത്തിന് മുന്നിൽ എത്രയും വേഗം കീഴടങ്ങേണ്ടി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഈ സംഭവത്തെ കോൺഗ്രസ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും യുവ നേതാക്കൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് അങ്ങേയറ്റം ഗൗരവമുള്ളതാണെന്നും ഈ പ്രതികരണങ്ങൾ തെളിയിക്കുന്നു.